പുതിയ സംരംഭങ്ങളിൽ 9,939 SC സംരംഭകരാണ്. 9,359 SC ഓൺട്രപ്രനേഴ്സാണ്. 775 ST വിഭാഗത്തിൽപ്പെട്ട സംരംഭകരാണ്. അത് ഒരു പുതിയതാണ്. 775 ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട സംരംഭകരാണ്. മൈനോറിറ്റി 19,154 19,154. OBC 1,41,493. ജനറൽ കാറ്റഗറി 69,138. ഫീമെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 76,377. 26 ട്രാൻസ്ജെൻഡേഴ്സ്, 26 ട്രാൻസ്ജെൻഡേഴ്സാണ്. രണ്ട് വർഷത്തെയും കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡാണ്. 1,06,657. 97,553 സർവീസ്. 97,553 97,553 97,553. മാനുഫാക്ചറിങ് 35,716 35,716 35,716. മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിംഗ് ആണ്. സെക്കൻഡ് ഗാർമെൻറ്റ്സ് ആണ്. പിന്നെ ഇലക്ട്രോണിക്സ്, വുഡ് പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് മാനുഫാക്ചറിങ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ് കുറേ നടപടികൾ സ്വീകരിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ വകുപ്പിൻ്റെ എക്സിക്യൂട്ടീവ്സ് ഈ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ വരെ 4% നിരക്കിൽ വായ്പ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ വർഷം രജിസ്റ്റർ ചെയ്തെല്ലാം ജിയോ ടാഗിംഗ് ആണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ സൈറ്റിലേക്ക് ജിയോ ടാഗ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ച സംരംഭങ്ങളിലെല്ലാം വ്യവസായ വകുപ്പ് സർവേ നടത്തിയിരുന്നു. അതിൽ ചില സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലുണ്ടായിരുന്നു. അത്തരം സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കാനായിട്ട് കുറേയേറെ കഴിഞ്ഞിട്ടുണ്ട്. 15% അടച്ചുപൂട്ടൽ നിരക്ക്, 15%. ദേശീയ തലത്തിൽ ആദ്യ വർഷം 30% അടച്ചുപൂട്ടുന്നതാണ്. നമുക്കത് 15-ൽ ചുരുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മികച്ച MSMEകൾക്ക് അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായി MSME അവാർഡ് ഈ വർഷം ഏർപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വ്യവസായ വകുപ്പ് തന്നെ അവാർഡ് നൽകിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ MSMEകൾ ഇപ്പോൾ തുടങ്ങിയതല്ല, ഇതേവരെയുള്ള MSMEകളിൽ നിന്ന് 1000 MSMEകളെ ശരാശരി 100 കോടി ടേൺ ഓവറുള്ളതാക്കി മാറ്റുന്ന പദ്ധതി മിഷൻ 1000 അതിപ്പോൾ ആരംഭിച്ചു. 149 MSMEകളെ ഇതിനകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് DPR തയ്യാറാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകും. 2 കോടി രൂപ വരെ സാങ്കേതികമായിട്ടുള്ള ആധുനികവൽക്കരണത്തിന് പിന്തുണ നൽകും. അവരെടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പലിശയുടെ 50%, 50 ലക്ഷം രൂപ വരെ നമ്മൾ ഗവൺമെൻറ് വഹിക്കുന്ന പദ്ധതിയാണ് മിഷൻ 1000. അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മിക്കവാറും കേരളത്തിലെ സംരംഭങ്ങൾ, ട്രേഡും ആകാം, മാനുഫാക്ചറിങ് സർവീസൊന്നും ഇൻഷൂർ ചെയ്തിട്ടില്ല. പ്രളയം വന്നപ്പോഴാണ് ഒത്തിരിയേറെ അപേക്ഷകൾ വന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് ക്യാമ്പയിൻ എല്ലാ MSMEകളെയും ഇൻഷൂർ ചെയ്യുക. അതിന് 4 പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ 50%, പരമാവധി 2,500 രൂപ വരെ ഗവൺമെൻറ് അടയ്ക്കുന്നതാണ് ഈ സ്കീം. അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആ ക്യാമ്പയിൻ നന്നായി നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾക്ക് മറ്റ് പിന്തുണ, GST റിട്ടേൺസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ വർഷം സൗജന്യമായിട്ട് അതിനുള്ള സർവീസ് CAക്കാരുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ICAI എല്ലാ ജില്ലയിലും മാസത്തിൽ 1 ദിവസം സൗജന്യ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ 14 ജില്ലയിലും MSME ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംരംഭങ്ങൾക്ക് ഏത് പ്രശ്നം വന്നാലും ഈ ക്ലിനിക്കിൽ സമീപിക്കാം. അതിൻ്റെ എക്സ്പെർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാം അഡ്വൈസ് തേടാം. അതിൻ്റെ റിന്യൂമറേഷൻ എല്ലാം തന്നെ ഗവൺമെൻറ് നൽകുന്നതാണ്.
ഇതാണ് ഈ സംവിധാനത്തിൻ്റെ മെച്ചമെന്നുള്ളത്. നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് MSMEകൾ തന്നെയാണ്. അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത്. നന്നായി തന്നെ കേരളീയ സമൂഹം അത് സ്വീകരിച്ചു. നമ്മുടെ മിക്കവാറും സംവിധാനങ്ങളുടെ മനോഭാവത്തിലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു. സംരംഭം തുടങ്ങണം. ഇപ്പോൾ ഞങ്ങൾ തന്നെ ജീവനക്കാരോട് പറയും, അവർ നമ്മളൊന്ന് കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നമുക്കുൾപ്പെടെ ശമ്പളം കിട്ടണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വന്ന് സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ റിസോഴ്സ് വരണം. അപ്പോൾ അവർ വരേണ്ടത് ജീവനക്കാരുൾപ്പെടെ ആവശ്യമാണ് എന്ന മട്ടിൽ അങ്ങോട്ട് പോയി സമീപിക്കുക എന്നൊരു ഹാൻഡ് ഹോൾഡ് സർവീസിലേക്ക് മിക്കവാറും വകുപ്പുകളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറി. അനുമതി നൽകുന്നതെല്ലാം K-SWIFT വഴി എക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് മതി. സർവീസ് സംബന്ധിച്ചുള്ള ഗ്രീവൻസസിനും ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മാർക്കറ്റ് K-സ്റ്റോർ വഴി വിപണി, പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ K-സ്റ്റോർ വഴി വിപണിയുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിനും സർക്കാർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു സംരംഭകത്വത്തിൻ്റെ ഒരു അന്തരീക്ഷം, ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബെസ്റ്റ് പ്രാക്ടീസായി പ്രധാനമന്ത്രിയുടെ തന്നെ പ്രത്യേകമായിട്ടുള്ള ബഹുമതിക്ക് കേരളത്തിൻ്റെ MSME സംവിധാനം അർഹമായി. ഈ വർഷം കൂടി തുടരാനാണ് നമ്മൾ തീരുമാനിച്ചത്. അത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ MSME മേഖലയ്ക്ക് നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്.